അയ്യേ നിനക്കാണ് എന്തിനു കൊള്ളാം, നീ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ നീ തടിച്ചിട്ടാണ്, നിന്റെ എല്ലാം കൊള്ളാം, പക്ഷെ നിന്റെ നടത്തം ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കളിയാക്കുന്ന ആക്ഷേപിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് കൂടുതലും ഭൂരിപക്ഷം ആൾക്കാരും. അങ്ങനെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. 1956 തിരുവനന്തപുരത്തെ കുമാരപുരത്ത് പാലവില കൊച്ചുവേലുവിൻ്റെയും ഗോമതിയുടെയും 7 മക്കളിൽ ഒരാളായി ജനിച്ച ജീവിത സാഹചര്യം മൂലം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും പട്ടിണിയും കാരണം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പയ്യൻ. അപ്പം അദ്ദേഹം പിൽക്കാലത്ത് ഒരു തയ്യൽക്കട ജോലിയിലേക്ക് തിരിഞ്ഞു. പിന്നീട് സ്വന്തമായി ഇന്ദ്രൻസ് എന്ന പേരിൽ തയ്യൽക്കട തുടങ്ങുകയും ചെയ്തു. സിനിമയിലെത്തുമ്പോൾ ഈ പേര് അദ്ദേഹം തൻ്റെ സ്വന്തം പേരായി സ്വീകരിക്കുകയായിരുന്നു. സത്യത്തിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ യഥാർത്ഥ പേര് കെ സുരേന്ദ്രൻ എന്നായിരുന്നു. സിനിമാ രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം വസ്ത്രാലങ്കാരക്കാരൻ എന്ന തരത്തിലേക്കായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശം കാരണം അഭിനയത്തോടുള്ള പിന്നീട് സിനിമയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യുകയും പത്മരാജിൻ്റെ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് ആക്ഷേപിക്കുകയും കളിയാക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ രൂപം വെച്ച് തന്നെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കളിയാക്കലുകളിലും ആക്ഷേപങ്ങളിലും ഒക്കെ തളർന്നു പോയിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിയ ഇന്ദ്രൻസ് എന്ന അതുല്യ പ്രതിഭയെ നമുക്ക് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ വീഴ്ചകളും ചെറിയ പോരായ്മകളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മുടെ ഒന്നും കഴിവ് കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ ആയെന്നുള്ള സത്യമായ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കളിയാക്കുന്ന ഫ്രണ്ടില്ലേ, പുള്ളിക്കൊന്ന് അയച്ചു കൊടുത്തേക്ക്.